ഓട്ടുരുളിയിലെ ബീഫ് പെരട്ട് കേട്ടപ്പോൾ തന്നെ നാവിൽ കപ്പലോടും. ഓട്ടുരുളിയിൽ വെക്കുന്ന ബീഫ് പെരട്ടിന് ടേസ്റ്റ് അല്പം കൂടുതലാണ്. ഓട്ടുരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറുകപ്പട്ട, പെരുംജീരകം എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ സവാള അരിഞ്ഞു വെച്ചതും പച്ചമുളകും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പച്ചമുളക് വരുന്നത് വരെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും നല്ല രീതിയിൽ വഴറ്റി നല്ലൊരു ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കും മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്ത് അതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം അതിൻ്റെ ആവശ്യാനുസരണമാണ് കേട്ടോ. ഞാനിതിൽ കണക്കെടുത്ത് പറയുന്നില്ല. നമുക്ക് ആവശ്യത്തിന് ബീഫിന് ആവശ്യത്തിന് വേണ്ടുന്ന മസാലക്കൂട്ടുകൾ എടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇതെൻ്റെ അമ്മമ്മയുടെ സ്പെഷ്യൽ ബീഫ് പെരട്ടാണ് കേട്ടോ. അമ്മമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഉപകാരമായിട്ടേ എന്ന് കരുതി. അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ ബീഫ് മസാല ഉണ്ടല്ലോ, മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തട്ടിപ്പൊത്തി ഒന്ന് നല്ല രീതിയിൽ വഴറ്റി കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേണം അതൊന്ന് വേവിക്കാൻ കേട്ടോ. വെന്ത് വന്നപ്പോഴുള്ള കാഴ്ചയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.